എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പത്താൻകോട്ട് പോണ റൂട്ടിലൊരു പെട്രോൾ പമ്പിലാട്ടാ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ കിടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാ ഈ ഒരു സ്പേസിലാണ് ഇന്നലെ കിടന്നത്. അപ്പോൾ ഇന്നലെ സ്ലീപ്പിംഗ് ബാഗ് ജസ്റ്റ് കിടന്നുള്ളൂ. പിന്നെ എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സൈക്കിൾ ശരിക്കും ഞാൻ ആ ഒരു മൂലക്കാണ് വെച്ചാൽ. അപ്പോൾ സൈക്കിള് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഏകദേശം ഒരു 6 മണി ആയുള്ളൂ അപ്പോൾ എന്തായാലും വെളുപ്പിനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഒരു ചായ കുടിക്കണം. എന്നിട്ട് വേണം നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നല്ല വീഡിയോസായിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ആദ്യം. അങ്ങനെ ഏകദേശം നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കയ്യിൽ ഇതൊക്കെ എല്ലാം ഇട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ സെറ്റായി, അതേപോലെ വണ്ടീനെ സെറ്റാക്കിയിട്ടുണ്ട്. സൈക്കിളിൽ എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ച് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാൻ പോണേന്. അപ്പോൾ പുള്ളിനോട് യാത്ര നമുക്ക് ഇറങ്ങാട്ടാ. ഓക്കെ ടീക്ക് എന്തായാലും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി പോകണ വയ്ക്ക് ഇവിടെ എന്തെങ്കിലും ചായ കുടിക്കണം. അപ്പോൾ എന്തായാലും നേരെ മുന്നോട്ട് പോകാം നമുക്ക്. രാവിലെ ഞാൻ ഇറങ്ങിയ ടൈമിൽ മറ്റേ പത്താൻകോട്ട് പോലീസ് വന്നിട്ടുണ്ടാകുന്നിട്ട് അവിടെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നമുക്ക് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഹൈവേ കയറിയിട്ടാ. നമ്മൾ ഇപ്പോൾ പോണത് റോങ് സൈഡ് കയറിയാണ്ട. കാരണം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ വന്നത്, അതായത് പൊക്കി പിടിച്ചേ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് കട്ടിങ് എന്തുകൊണ്ട് അറ്റത്ത്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് എനിക്ക് ഒരു കട കണ്ടിട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ കയറി ചായ കുടിച്ചിട്ട് പോരാന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഈ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാം. എന്തായാലും മന്നോയ്ക്ക് കുറച്ച് കടയൊന്നും കണ്ടില്ല. അപ്പോൾ കാരണം ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാലാന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഉഷാറ് കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും പോകണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റും. നമ്മുടെ ചായ വന്നിട്ടാ. അപ്പം ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നല്ല ചൂടാണ് ചായക്ക്. ഇവരെ കഴിക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങൾ തന്നിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ചായ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇന്നലത്തെ ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു അത് കഴിക്കേണ്ട, അത് കേടായിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ കഴിക്കണില്ല. അപ്പോൾ തൽക്കാലം ഇത് കഴിച്ചിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ഇറങ്ങാലാന്ന് വെച്ചു. എന്നൊരു പരിപാടിയാണ് കേട്ടോ. അതിന് ചോദിച്ചു നോക്കട്ടെ എന്താ പരിപാടി. ഇവിടെ ഇപ്പോൾ ഇവർ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒതുക്കണേട്ടാ. കാരണം ഹിമാചൽ പ്രദേശിൽ ചെമ്പ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഒരു യാത്ര പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വിരുന്നിങ്ങനെ ഒരുക്കിയേക്കണം. അതായത് ഇങ്ങനെ ഫുഡ് കാര്യങ്ങൾ ലങ്കർ എന്താ പറയുക അന്നദാനം നടത്തണത്. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തീരണേന്ന്. അപ്പോൾ എല്ലാ സെറ്റും കാര്യങ്ങളൊക്കെ അവർ സ്റ്റേജും കാര്യങ്ങളെല്ലാം അവർ അയച്ചു മാറ്റണേ. അപ്പോൾ ഫുഡ് കാര്യങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് കേടായി. അപ്പോൾ അവർ അത് കാരണം ചായയും കുറച്ച് സ്നാക്സ് തന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ എന്തോ ചെമ്പായ അങ്ങനെ എന്തൊരു സ്റ്റേറ്റ് പറഞ്ഞു, ഏതൊരു സ്ഥലം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങാടിയിൽ എന്തോ ഒരു യാത്ര പോലെ ഉണ്ട്, അങ്ങനെ വിശേഷം എന്തോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പല സ്ഥലത്തായിട്ട് ഇതേപോലെ അന്നദാനം പോലെ പരിപാടി നടത്തുന്നുണ്ട്. അതൊരു ഫ്രീ അന്നദാനമാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ്, അപ്പോൾ ഇന്നലെ ശരിക്കും കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് അയക്കണേണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്നാക്സ് പോലെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഉണ്ടാകുന്നട്ടാ, ചോറ് കറിയൊക്കെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ കഴിക്കണ്ട, കാരണം അത് ചിലപ്പോൾ കേടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ടാ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങണേട്ടാ. ഇറങ്ങി പിന്നെ നേരെ നമ്മളിപ്പോൾ ഹൈവേയിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പത്താൻകോട്ട് 12 കിലോമീറ്റർ, ജമ്മു 122 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരെ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് പോവാം. ഇപ്പോൾ ഇതുവരെയും വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണുള്ളത്. കാരണം പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ബോർഡറാണ് ഇത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഇരിക്കുന്നത് ഹിമാചലിലാണ്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ പഞ്ചാബ് ബോർഡർ കയറും. കാരണം ഇതിങ്ങനെയാണ് വന്നേക്കണം. കാരണം നമ്മൾ നേരത്തെ ഇന്നലെ നമ്മളും ഇതേപോലെ ആയിരുന്നു, ഹിമാചലിലായിരുന്നല്ല നമ്മൾ താമസിച്ചത്. ഹിമാചൽ ബോർഡർ കയറി കുറച്ച് അങ്ങ് വന്നിട്ട് വീണ്ടും നമ്മൾ പഞ്ചാബ് ബോർഡർ കയറി പഞ്ചാബിലാണെന്നല്ല നമ്മൾ താമസിച്ചത്. ഇപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഈ ഹോട്ടലൊക്കെ ഹിമാചൽ പ്രദേശിൻ്റെ ഹോട്ടലാണ് കേട്ടോ.
ഇനി അങ്ങാടേക്ക് പോകണമെങ്കിൽ നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു കയറ്റം കയറി കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ പോകണമെങ്കിൽ നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് പഞ്ചാബ് ബോർഡർ എത്തണം. ഇപ്പോൾ ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി വന്നേണ്ട ഈ ബസ്സും ഈ ലോറിയൊക്കെ വന്നാണ്ടില്ലേ, ഈ ഒരു കയറ്റം കയറി ഇങ്ങനെ വന്ന് നമ്മുടെ സൈക്കിൾ എവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങാട് കയറി പോകണ്ട കേട്ടോ. നേരെ കയറി അങ്ങോട്ട് പോകാനുണ്ട്. നല്ലൊരു കയറ്റം ഉണ്ടാകും. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഈ റൂട്ടല്ല, നമ്മൾ വന്നത് അമൃത്സർ വഴി പത്താൻകോട്ട് അങ്ങനെ കറങ്ങിയാൽ വന്ന. അപ്പോൾ അന്ന് ആ സമയത്ത് വന്നപ്പോൾ അങ്ങനെ അത്ര വലിയ കയറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ പത്താൻകോട്ട് എത്താൻ വേണ്ടി കുറച്ചുകൂടെ അങ്ങാട് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടെ കയറാം അങ്ങാട് മുമ്പിലേ. ഇതാണ്ട് ആ കയറ്റം വണ്ടി തന്നെ ഉണ്ട്. ആ ഒരു ലോറി തന്നെ ഉണ്ട് അറ്റത്തുനിന്ന്. അങ്ങനെ ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി വന്നൊഴിക്ക് ഇവിടെ ഒരു അമ്പലം കണ്ടിട്ടോ. അപ്പോൾ ഇവിടെ അവർ ഫുഡ് എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കയറി കഴിക്കാം. നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കയറി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ആക്കാമല്ലാന്ന് വെച്ചാൽ ചായ കുടിച്ചേട്ടാ. ചായ കുടിച്ച് പറഞ്ഞ നേരത്തെ നമ്മൾ കണ്ടില്ലേ മറ്റേ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഇത്. അപ്പോൾ അവരുടെ തന്നെ സേവ് ചെയ്താണ്ട് ഇത് കണ്ടോ. ഫുഡ് പൂരി ഉണ്ട്, പിന്നെ ഒരു കടലക്കറി ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച ഒരു സീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചായ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കൈ ഇറങ്ങി. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം. ഞാൻ പിന്നെ അത് കാരണം ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഇനി ഇതാകണ്ടല്ലാന്ന് വെച്ചിട്ട് എടുത്തില്ല. ഞാൻ ജസ്റ്റ് ആ ഫുഡിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ ഇങ്ങാടെ നമുക്ക് പോകണം. ഇനി കുറച്ച് ഇറക്കമാണ് കാണിക്കണം പോകണ വഴിക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടാകുന്ന കേട്ടോ വന്ന വഴിക്ക്. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ പത്താൻകോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ റൈഡ്. ജസ്റ്റ് ഈ വഴി വന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ. അംബേദ്കർ എന്താണ് ബാബാ സാഹിബ് ഡോക്ടർ ഭീം റാവോ അംബേദ്കർ ബ്ലോക്ക് MKM SRSC പബ്ലിക് സ്കൂൾ ഭദ്രോയ ഹിമാചൽ പ്രദേശിലാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു കാണാൻ കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. ഇഷ്ടംമാതിരി ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നത് നേരെ ജമ്മു ആണെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല കറക്റ്റ്. ഇവിടെ നമുക്ക് ഇറങ്ങി അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാട്ടോ. അപ്പോൾ എന്തായാലും പോകണം. ഈ കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് കുത്തിയിട്ട് ഫോണിലാണ് വീഡിയോ എടുക്കണം. അപ്പോൾ ഫോണിൽ ജസ്റ്റ് കുത്തിയിട്ടിട്ടാണ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഇവിടെ ഗോപുരം വെക്കണ സാധനം വിട്ടുപോയിട്ടുണ്ട്, പൊട്ടിപ്പോയി. അപ്പോൾ അതൊരെണ്ണം നോക്കണം. എൻ്റെ ഒരു സാധനം ഇരിപ്പുണ്ട്, അത് സ്യൂട്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ആവുന്ന എടുത്ത് നോക്കണം. അതൊരു കുരങ്ങൻ പോകണണ്ട, പമ്മിപ്പണി പോകുന്നുണ്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അങ്ങനെ ഹിമാചലിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകണേണ്ട. ഈ ഇപ്പുറത്തേക്ക് കാണുന്നത് ഈ പാലത്തിൻ്റെ പകുതി വെച്ച് ഹിമാചലും ഇപ്പുറത്തേക്ക് പഞ്ചാബും വേണ്ട. കാരണം നമ്മൾ അവിടെ നിൽക്കണ ആ ഒരു ലൈനുണ്ട്, അവിടെ നിന്ന് നേരെ വന്നത് അവിടെ അപ്പുറത്ത് ഹിമാചൽ, ഇങ്ങോട്ട് വരുമ്പോൾ പഞ്ചാബ്. അപ്പോൾ നമ്മൾ പഞ്ചാബിലേക്ക് കടക്കാൻ പോകണേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് പഞ്ചാബിലേക്ക് കയറാം. ഇതാണ്ട ചെക്ക് പോസ്റ്റാണ് ഇത്. ഞാനിങ്ങനെ വന്ന വഴിക്ക് ഒരാളെ കണ്ടട്ടാ. आपका नाम क्या है ब्रो? राज, कैसे हो आप? हम ठीक है। आप किधर का? हम पठानकोट है। पठानकोट है ना। वो भाई मुझे रास्ते में मिले, जा रहे थे, मैंने सोचा चलो भाई को थोड़ा वहाँ हेल्प कर दूँ, इसलिए भाई को यहाँ लिया। बस यही है अपना। तो अच्छा लगा मुझे आपसे मिलके. അപ്പോൾ ആൾ വന്നിരിക്കാൻ വെള്ളമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണ കേട്ടോ. സ്ട്രിങ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കണേണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ കുറേ നേരം സംസാരിച്ച്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കടയിൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വന്നതാണ്. ഇതിപ്പോൾ ഇതാണ് പത്താൻകോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി നേരെ ജമ്മുവിലേക്ക് പോണത്. ജമ്മു കിतना दूर है से? 97 കിലോമീറ്ററിന് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ നേരെയാണ് പോകേണ്ടത്. ഞാനപ്പോൾ ഇവിടുന്ന് വളച്ചിങ്ങനെ വെച്ചേക്കണേണ്, കാരണം വെള്ളം കുടിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. വെള്ളം കുടിച്ചിട്ട് ഇറങ്ങണേണ്ട. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. പുള്ളിയുടെ വണ്ടി അവിടെ വെച്ചേക്കണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ജമ്മുവിലേക്ക് പോകാം. ഇവിടുന്ന് അടുത്താണ് ബോർഡർ എന്ന് പറയണത്. ഓക്കേ, ഇതാണ്ട നേരെ ജമ്മുവിലേക്ക് പോണ റൂട്ടാണ് ഇത്. കുറച്ച് ബൈക്ക് റൈഡേഴ്സൊക്കെ പോകണ്ടാകുന്നു. ഇത് അടുത്തത് ഇത് ഇവിടുത്തെ ഉള്ളവരാണെന്ന് എനിക്കറിയില്ല. MH മഹാരാഷ്ട്രയുണ്ട്. ഹേ ബ്രോ. ബ്രോ എൻ്റെ കൂടെ കയറിയേക്കണേട്ടാ. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ട് പോണ.
നല്ലൊരു ഇറക്കമാണ് കിട്ടിയേക്കണം ഇപ്പോൾ. നമുക്ക് വെറുതെ ചവിട്ടേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് ഇറങ്ങിയാൽ ഇപ്പോൾ. റിവർ വിച്ച് റിവർ നാം കേ റിവർ കാ നോ 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 ആ യാ. ഇവിടെ ഒരു പുഴ ഒഴുക്കണ്ട, നല്ല ഒഴുക്കും കാര്യങ്ങളല്ലേ. ഡാമാണത്. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. വണ്ടിയൊക്കെ കുറേ നിർത്തിയിട്ടുണ്ട് ഇപ്പുറത്ത്. നേരത്തെ കണ്ട ആ ഒരു റിവറിൽ അത് കാണാൻ വേണ്ടി വന്നേക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്രോയും നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ഡാം പോലെ കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ള് ഇവിടെ വേസ്റ്റാണ്, കുപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർ നശിപ്പിച്ച് വെച്ചേക്കണം ഇവിടെ. അപ്പോൾ ഇതങ്ങനെ ഉണ്ടോ ഒഴുകണം. അവിടെ ഒരു പാലുണ്ട്, നമ്മുടെ ആ വന്ന പാലും ഇല്ലേ, അതാണ്ടാ കാണണ. യുവർ ഫ്രണ്ട്? ഓ നൈസ്. നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. യാ, ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞുതരാമെന്ന് പറയാണ്ട് നോക്കാൻ. എന്തായാലും ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്, കാരണം ആൾക്കാർക്ക് വന്നിരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓ യുവർ ഫ്രണ്ട്? ഓക്കെ ഓക്കെ. അപ്പോൾ ആളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു ആർമിയുടെ എന്തോ ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആർമി വണ്ടി രണ്ടെണ്ണം നേരത്തെ പോയായിരുന്നു ഞാൻ മഞ്ഞൊഴുക്കി. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, കാരണം ഡാമിൻ്റെ ഇതായതുകൊണ്ടേ. എന്താ വെള്ളം പോണ നോക്കി, നല്ല ഫോഴ്സിലാണ്ട പോണ. കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം 2000 to 4000 വരെ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നേരെ ചെല്ലണത് നമ്മുടെ ഇവിടെ നിന്ന് നേരെ ഗോൾഡൻ ടെമ്പിൾ അങ്ങാടേക്ക് കണ്ട പോണ. കാരണം എന്താണ് അത് തന്നെ മഹാരാജ രഞ്ജിത് സിംഗ് ടു ക്യാരി വാട്ടർ ഫോർ ഗോൾഡൻ ടെമ്പിൾ. പുള്ളി എന്നോട് പറഞ്ഞത് ഇത് ഡയറക്റ്റ്ലി പോണത് ഗോൾഡൻ ടെമ്പിൾ അങ്ങാടൊക്കെ ആ ഒരു ഇതിലേക്കാണ് പോണത്. അതിന് വേണ്ടിയുള്ള രീതിയിലാണ് ഇത് പണിത് ഏൽപ്പിച്ചതെന്നൊക്കെ പറയണം, അറിയില്ല. പുള്ളിയുടെ ഏതോ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാണ്ടായിരുന്നു. കാരണം ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്, കാരണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ശരിക്കും അങ്ങാടേക്കൊരു ഡാം ഉണ്ടെന്നാണ് പറയണത്. കാരണം ഈ ഒരു ഹില്ല് അങ്ങനെ കയറി ഞങ്ങൾ കുറേ പോകാനുണ്ട്, ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റൂട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ കണക്ട് ചെയ്ത് വരാട്ടെ നമുക്ക്. നല്ല പ്ലേസാണ്, കാരണം വന്നിരിക്കാനും നല്ല അടിപൊളിയാണ്. നമ്മുടെ സൈക്കിൾ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. സൈക്കിൾ അവിടെ ഒറ്റയ്ക്ക് ഇപ്പുണ്ട്, ഒറ്റയ്ക്കല്ല വേറെ വണ്ടിയൊക്കെ ഉണ്ട് അവിടെ. നേരത്തെ വീഡിയോ എടുത്ത് അപ്പുറത്തുനിന്നുണ്ട്, അപ്പോൾ അപ്പുറത്ത് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ. കാരണം നല്ല അടിപൊളി കാഴ്ചയാണ്. പിന്നെ അതേപോലെ അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഡാമിൽ നിന്ന് ഒഴുകണ വെള്ളം കേട്ടോ നോക്കി. കാരണം അവിടെ മേളിലൊരു അങ്ങോട്ട് കുറേ ചങ്ങാ പോകാണ്ട്, ഒരു 20-25 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡാമുണ്ട്, അവിടെ നിന്നാണ് ഈ ഒരു ഇത് വന്നതെന്നാണ് പറയണത്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട്. അത് വന്നിട്ടേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കള്ള് കുടിച്ചിട്ട് ഇതേ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാരണം അവിടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടും ആൾക്കാർ അതിലൊന്നും ഇടാനുള്ള, ഫുള്ള് വേസ്റ്റ് ഇവിടെ നശിപ്പിച്ചിട്ടേക്കണേണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയേട്ടാ, പുള്ളി നേരെ വർക്കിന് പോണേണ്. അപ്പോൾ ആ പുള്ളിനെ കണ്ടതിന് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ യാത്രയൊക്കെ അപ്പം അവിടെ ഇറങ്ങി നമ്മളിപ്പോൾ നേരെ പോണത് ജമ്മുവിലേക്കാണ്ട. എന്തെല്ലാം മുന്നോട്ട് പോവാം. അങ്ങനെ ജമ്മു കയറണേ കേട്ടോ. ഇപ്പുറത്ത് പഞ്ചാബും ഇപ്പുറത്ത് ജമ്മു ബോർഡറായിട്ടാ. ഇപ്പോൾ ജമ്മു ക്രോസ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ജമ്മു ആണ് കേട്ടോ. ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ജമ്മുവിലെ സ്ഥലങ്ങളാണ്. അവിടെ എന്തോ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും, നമുക്ക് നോക്കാൻ പോയി. ഈ ബ്രിഡ്ജിൻ്റെ പകുതി ജമ്മുവിനും പകുതി പഞ്ചാബിനുമായിട്ടാണ് ഇരിക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ. പൊളിയനാണ്. നമ്മൾ ജമ്മുവിലേക്ക് കടന്നു കേട്ടോ, ജമ്മു ബോർഡർ കടന്ന്. ഇപ്പോൾ ഏകദേശം സ്ട്രെയിറ്റാണ് കാണിക്കണം. ഇവിടെ കത്വ, അതായത് ജമ്മുവിലെ ഒരു സ്ഥലമാണ് കത്വ. അവിടുത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മഹാരാജ ഗുലാബ് സിംഗിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുതിരപ്പുറത്തേക്കണം. കത്വ ഗേറ്റ് വേ ഓഫ് JNK. ഇവിടെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ രണ്ടുപേരെ കണ്ടിട്ടാ. ഹായ് ഭയ്യ, कैसे हो? आपका नाम क्या है? कैसे नाम? अच्छा, ऐसा संजू बोलते हैं. अच्छा, आपका
नाम क्या है आपका? अमीन। अमीन. वो इधर का लोकल है? അച്ഛാ. ഇവർ വഴി ടാക്സി ഇത് ഓട്ടോ ഓടുന്ന ആൾക്കാരുണ്ട് ഇവിടെയുള്ള. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുകയായിരുന്നു ഇവിടെ അടുത്ത് വല്ല ലങ്കർ വല്ല കിട്ടുന്ന സ്ഥലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോണോയ്ക്ക് കുറച്ച് പോണോയ്ക്ക് ഉണ്ടെന്ന് പറയാം. ഏകദേശം 1 കിലോമീറ്റർ അങ്ങ് പോകുമ്പോൾ അവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മളെ വന്ന വഴിക്ക് ഒരു കട കണ്ടിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമല്ലാന്ന് വെച്ച്. കാരണം ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. വേറെ കടയൊന്നും അങ്ങനെ കണ്ടില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയും കൂടെ ഉണ്ടാകുന്ന തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ടോ. പിന്നെ ഞാൻ നേരത്തെ മറ്റേയോട് ചോദിച്ചു ഇതെല്ലാ ലങ്കർ വല്ലതും കിട്ടുന്ന സ്ഥലം ഉണ്ടാകുന്നു. പക്ഷേ എവിടെയും ഇല്ല. ഞാൻ വന്ന വഴിക്ക് കുറേ നോക്കി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ റേഞ്ചിലാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരുമ്പോൾ നമുക്ക് എന്താണ് ഞാൻ കാണിച്ചത്. റെസ്റ്റോറൻറ്റിൽ ഫുള്ള് മറ്റേ ഗുസ്തിക്കാരൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. മറ്റേ ഫയൽമാന്മാരുടെയൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വന്ന വഴിക്ക് അവിടെയൊക്കെ ഒരെണ്ണോട്ടിച്ച് എൻ്റെ സൈക്കിൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇത് അവിടെ വെച്ചേക്കണം കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇത് എവിടെ ഇപ്പം ഉണ്ട്. ഇതാണ്ടോ റെസ്റ്റോറൻറ്റ്. ഫുഡ് വന്നിട്ടാ രാജ്മ ചാവലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ഹാഫാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. കാരണം ഭയങ്കര വിശപ്പുണ്ട്. എവിടെ ഇനി പോണ വഴിക്കുന്ന് കിട്ടുകയെന്നും അറിയില്ല ഫുഡ് വേറെ. ഇത് കുഴപ്പമില്ലണ്ടോ, നല്ല ചൂടുണ്ട്. കുഴപ്പമില്ലെന്നല്ല, ഇവരുടെ ഈ അരി കുറച്ചും കൂടെ ഒന്നുകൂടെ സോഫ്റ്റായ കൊള്ളാമെന്നുണ്ട്. കാരണം കുറച്ച് കട്ടിയുണ്ട് കേട്ടോ കഴിക്കുമ്പോൾ. പുതിയ പാലം തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്ന കേട്ടാ. ഇപ്പുറത്തും കൊണ്ടേ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത്ര റെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലൊക്കേഷൻ മനസ്സിലായ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ജമ്മു ബോർഡർ കയറിയപ്പോൾ ഒരു ഫാമിലി നമുക്ക് കുറച്ച് സാധനം തന്നിട്ട് അതിലൊരു 200 വെച്ചെന്നൂറായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ വെച്ചാണ്ട് ആ വീഡിയോ ഇട്ട് ഈ വഴി വന്നപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു ഇതാണ് കേട്ടോ. കാരണം നമ്മളത് പെട്ടെന്ന് നോട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ എടുത്ത വീഡിയോ ഇപ്പോൾ. കാരണം അത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ആയിട്ട്. ഏകദേശം 1 വർഷമായി നമ്മളിവിടെ വന്നൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ വല്ലാത്തൊരു ഇത്. കാരണം ഒരു മെമ്മറി. മറ്റവരുടെ വീട് ഞാൻ എവിടെയാണ്, ഈ വഴി എവിടെയായിട്ടാണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. കറക്റ്റ് എവിടെയായിട്ടാണെന്ന് ഓർക്കണില്ല. അവരുടെ നമ്പറും ഇല്ല, അല്ലെങ്കിൽ വിളിച്ചിട്ടൊന്ന് പോവാറുണ്ട്. ഞാൻ വന്ന വഴി ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ എനിക്ക് ആ ലൊക്കേഷൻ കറക്റ്റ് കിട്ടിയില്ല. ഞാൻ ഏതൊരു ഉള്ളുവഴി മാപ്പൊക്കെ ഇട്ടായിരുന്നു വന്നത്. അത് നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെ അവരൊന്നും മീറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും നമുക്കേ ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാട്ടോ. എന്തായാലും അങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് സിമ്മൊക്കെ സിം എടുത്തട്ടോ ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിം എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് കണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇന്ന് സ്റ്റേ അടിക്കാമല്ലാന്ന് ചോദിച്ചത്. കാരണം ഇനി പോണ വഴിക്ക് എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ഞാൻ തൽക്കാലം അവിടെ അടിക്കാമല്ലാന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ സിമ്മ് വർക്കാവില്ല പോണ വഴിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിം എടുത്താൽ. അപ്പോൾ വിളിക്കാനാണെങ്കിലും നെറ്റ് യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് സിമ്മിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സിമ്മൊക്കെ എല്ലാം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരെ പമ്പിലേക്ക് പോകാം. അങ്ങനെ പെട്രോൾ പമ്പിൽ വന്നിട്ടാ. ഞാൻ ഈ ഒരു പെട്രോൾ പമ്പിലാണ് ഇന്ന് സ്റ്റേ അടിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞു ഇവിടെ സ്റ്റേ അടിച്ചോ, അതായത് 11 മണി വരെ ഉള്ളൂ പെട്രോൾ പമ്പ്, ടെൻറ്റ് അടിച്ചോ, അവിടെ ടെൻറ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിം എടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ആൾ പോയി. അപ്പോൾ ഇവിടുത്തെ പമ്പിലെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് ശോകം മൈൻഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഓണറിനോട് ചോദിക്കുമോ, പുള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ തിരിച്ചു വന്നാൽ എന്നിട്ട് ഇവിടെ ടെൻറ്റ് അടിച്ചോളാന്നുള്ള കേസ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്. അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട് പെട്രോൾ അടിക്കണം. അയാൾ കുറച്ച് ശോഭമാണ്. അയാൾ പറഞ്ഞു ഇവിടെ അടിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഓണറെ വിളിച്ച് നോക്കി, പുള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കണക്കിന് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ടെൻ്റ് ഒന്ന് സെറ്റാക്കണം. പിന്നെ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല നല്ല യാത്രകളും നല്ല നല്ല യാത്രാ വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകണം. അപ്പോൾ ഗുഡ് നൈറ്റ്.